നിയമവിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ സ്വാമി ഗംഗേശാനന്ദയ്ക്കെതിരെ ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച കുറ്റപത്രം ഗുരുതര പിഴവുകളെ തുടർന്ന് കോടതി മടക്കി നൽകി. അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എൽസ കാതറിൻ ജോർജാണ് കുറ്റപത്രം മടക്കിയത്. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഷൗക്കത്ത് അലി സമർപ്പിച്ച കുറ്റപത്രത്തിൽ പ്രാരംഭഘട്ടത്തിൽ കേസ് അന്വേഷണം നടത്തിയ പേട്ട പോലീസ് തയ്യാറാക്കിയ സീൻ മഹസർ അടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്താത്തതിനെ തുടർന്ന് കുറ്റപത്രം അപൂർണമായത് കൊണ്ടാണ് കുറ്റപത്രം കോടതി മടക്കി നൽകിയത്. ഏറെ വിവാദമുണ്ടാക്കിയ കേസിലാണ് ക്രൈംബ്രാഞ്ച് അശ്രദ്ധമായി കുറ്റപത്രം സമർപ്പിച്ചത്. 2020 സ്വാമി DGPക്ക് നൽകിയ പരാതിയിൽ തന്നെ കേസിൽ കുടുക്കാൻ ചില പോലീസ് ഉദ്യോഗസ്ഥരടക്കം ശ്രമിക്കുന്നതിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. വീട്ടിൽ പൂജയ്ക്കെത്തുന്ന സ്വാമി തന്നെ നിരന്തരം പീഡിപ്പിച്ചിരുന്നുവെന്നും പീഡനം സഹിക്കവയ്യാതെയാണ് താൻ സ്വാമിയുടെ ജനനേന്ദ്രിയം മുറിച്ചതെന്നും പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയിരുന്നു. കണ്ണമ്മൂലയിലുള്ള പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ചാണ് 2017 മെയ് 19 പെൺകുട്ടി സ്വാമിയുടെ ജനനേന്ദ്രിയം മുറിച്ചത്. ഇതിനുശേഷം വീടിന് പുറത്തേക്ക് ഇറങ്ങി ഓടിയ പെൺകുട്ടിയെ ഫ്ലൈയിങ് സ്ക്വാഡാണ് സ്റ്റേഷനിൽ എത്തിച്ചത്. പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സ്വാമിക്കെതിരെ ലൈംഗിക പീഡനത്തിന് കേസെടുത്തിരുന്നു. ഇതേ മൊഴി പെൺകുട്ടി മജിസ്ട്രേറ്റിന് നൽകിയ രഹസ്യമൊഴിയിലും ആവർത്തിച്ചു. എന്നാൽ പെൺകുട്ടി പിന്നീട് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ സ്വാമി ഒരിക്കലും തന്നെ പീഡിപ്പിച്ചില്ല എന്ന് വ്യക്തമാക്കി. സ്വാമി സ്വയം ലിംഗം മുറിച്ചു എന്നാണ് പെൺകുട്ടി നിലപാടെടുത്തത്. പിന്നീട് ഒരു കൂട്ടം ആൾക്കാർ ആക്രമിച്ച് ലിംഗം മുറിച്ചു എന്നാണ് പറഞ്ഞത്. 2017 മെയ് 19 തിരുവനന്തപുരം കണ്ണമ്മൂലയിൽ രാത്രിയാണ് സംഭവം ഉണ്ടായത്. സ്വാമി ലൈംഗിക അതിക്രമത്തിന് ശ്രമിച്ചപ്പോൾ 23 വയസ്സുകാരിയായ വിദ്യാർത്ഥിനി സ്വയരക്ഷയ്ക്കായി സ്വാമിയുടെ ജനനേന്ദ്രിയം മുറിച്ചെന്ന പരാതി അനുസരിച്ചാണ് പോലീസ് കേസെടുത്ത് മുന്നോട്ട് പോയത്. എന്നാൽ ഗംഗേശാനന്ദ ഉപദ്രവിച്ചിട്ടില്ലെന്നും അതിക്രമം നടത്തിയത് പെൺകുട്ടിയുടെ കാമുകന്മാരടക്കമുള്ളവരുടെ നിർബന്ധം കൊണ്ടാണെന്നും പോക്സോ കോടതിയിലും ഹൈക്കോടതിയിലും ആദ്യം പരാതിക്കാരിയും പിന്നീട് മാതാപിതാക്കളും തിരുത്തി പറഞ്ഞു. ഇതോടെ കേസിൽ ഗൂഢാലോചനയുണ്ടെന്ന് വ്യക്തമാവുകയും അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറുകയുമായിരുന്നു. ന്യൂസ് ഡെസ്ക് മല്ലു 1.